ഈ ചൂടത്ത് വിശപ്പും ക്ഷീണവും ദാഹവും ഒക്കെ മാറ്റി ഒന്ന് കൂളാകാനും അതുപോലെ തന്നെ ഏത് പാർട്ടിയിലും സ്റ്റാർ ആവാൻ പറ്റാവുന്ന അടിപൊളി ഒരു റെസിപ്പി ആട്ടോ. ഇതുപോലെ നല്ലോണം തണുപ്പിച്ചിട്ട് ഐസ്ക്രീമും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ ചേർത്ത് കഴിച്ചാലുണ്ടല്ലോ എൻ്റെ അമ്മോ എന്നാ ടേസ്റ്റാന്ന് അറിയാമോ. എല്ലാവരും മിസ് ചെയ്യാതെ നമ്മുടെ ഈ ഫലൂദ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാം. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ അറിയിക്കണേ. ആദ്യം തന്നെ അതിനായിട്ട് കസ്റ്റാർഡ് ഒരു മിക്സ് ഒന്ന് റെഡിയാക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി നമുക്ക് ആദ്യമേ എടുക്കാവേ. കണ്ടതേ ഇതുപോലെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് സേമിയ ഒന്നുകൂടി ചൂടാക്കി എടുക്കലാണ്. അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള നോൺ സ്റ്റിക്കിന്റെ ഒരു പാൻ തന്നെ എടുക്കാം കേട്ടോ. എന്നാലാണ് പാലൊക്കെ ചേർത്ത് മിക്സ് ആക്കി വരുമ്പോൾ ശരിക്കും തിളച്ച് പുറത്തേക്ക് പോവാതിരിക്കുള്ളൂ. ചെറിയ പാത്രമൊന്നും എടുക്കരുതേ. നെയ്യൊക്കെ നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ മാത്രം സേമിയ എടുത്ത് നല്ലോണം തന്നെ ഒന്നും കൂടി നെയ്യിലും കൂടി ചേർത്ത് ചൂടാക്കി എടുക്കുക. ഇതിപ്പോൾ റോസ്റ്റഡ് സേമിയ ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഒന്നും കൂടി ചൂടാക്കി എടുത്തോളൂ കേട്ടോ. കണ്ടത് ഇതുപോലെ ഗ്യാസിന്റെ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം തന്നെ ഒന്നും കൂടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 കപ്പ് പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതായത് 250 ml കപ്പിന് ഒരു 3 കപ്പ് പാലാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. സേമിയ കുറച്ചും കൂടി എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പാല് ചേർക്കുക. ഇല്ല സേമിയ കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പാല് കുറച്ച് ചേർക്കുക കേട്ടോ. അതൊന്ന് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. ഞാൻ എന്താ അവിടെ ഒരു 3 കപ്പ് പാല് ചേർത്ത് നല്ലോണം തന്നെ സേമിയൊക്കെ ആയിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി ശരിക്കും തിളച്ച് സേമിയ ഒരു 1/4 ഭാഗം വേവായി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. പാല് നന്നായിട്ട് തിളച്ച് വരുന്നവരെ ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലും മാത്രം വെച്ചിരുന്നാൽ മതി. പാലൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ ഒന്നുകൂടി ചൂടായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും അതേപോലെ തന്നെ ബാക്കി ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇല്ല പഞ്ചസാരയാണ് ഉള്ളതെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ മിൽക്ക് മെയ്ഡ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. മധുരമൊക്കെ നോക്കുക, കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്നും കൂടെ തിളച്ച് സേമിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു 1/4 ഭാഗം വേവായി വരുന്നവരെ വേവിച്ചെടുക്കാം. ശരിക്കും ഒന്നുകൂടി തിളച്ച് വരട്ടെ. അങ്ങനെ സേമിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്നും കൂടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് മതി. ഈ സമയത്താണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റാർഡിന്റെ മിക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കസ്റ്റാർഡിന്റെ മിക്സ് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി ഹാൻഡ് വിസ്ക് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിലൊക്കെ ആകെ പിടിച്ചിരിക്കും, നല്ല കട്ടിയായിട്ടിരിക്കും. അപ്പോൾ ഒന്നും കൂടി മിക്സ് ആക്കി നമ്മുടെ സേമിയയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ കസ്റ്റാർഡിന്റെ മിക്സും കൂടി ചേർത്ത് പാലും സേമിയയും അതേപോലെ തന്നെ കസ്റ്റാർഡും എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി തിളച്ച് ഒന്നും കൂടി കുറുകി വരണം. കസ്റ്റാർഡിന്റെ മിക്സ് ചേർത്തുകൊണ്ട് തന്നെ നല്ലോണം തിളച്ച് കഴിയുമ്പോൾ കുറുകി വരും. എന്നാലും ഒന്നും കൂടി ഒന്ന് കുറുകി ഒരു 4-5 മിനിറ്റ് ഇരുന്നതിന് ശേഷം മാത്രം ഗ്യാസ് ഓഫ് ചെയ്താൽ മതി. കണ്ടോ, ഇതിപ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നല്ല ചൂടോടുകൂടി തന്നെ അത്യാവശ്യം വലിപ്പമുള്ള മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ ഇതേപോലെ നല്ലൊരു വലിയൊരു ബൗൾ തന്നെയാട്ടോ എടുത്തിരിക്കുന്നത്. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തന്നെ ഒന്നും കൂടെ തണുപ്പിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി തന്നെ നമ്മുടെ സേമിയയുടെ മിക്സൊക്കെ ഒന്ന് റെഡിയാക്കി ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ചാലുണ്ടല്ലോ പിറ്റേന്നാകുമ്പോഴേക്കും നല്ലോണം തണുത്ത് ശരിക്കും കട്ടിയായിട്ട് സെറ്റായിട്ട് വന്നോളും. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടതാ ഇതുപോലെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ ഈ സമയത്ത് കയ്യിലുള്ള ഫ്രൂട്ട്സ് ഒക്കെയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയൊരു ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തും അതുപോലെ തന്നെ ചെറുപഴം ചെറുതായിട്ട് കട്ട് ചെയ്തും നമ്മുടെ മുന്തിരി കട്ട് ചെയ്തും അതേപോലെ തന്നെ നമ്മുടെ അനാറുണ്ടല്ലോ മധുരനാരങ്ങ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ഒക്കെ എടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലോണം തന്നെ തണുത്ത് ശരിക്കും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു ബൗളിലേക്ക് സെർവ് ചെയ്ത് ആവശ്യത്തിന്, അതായത് ഓരോ ബൗളിലും ഓരോരോ സ്പൂൺ ഐസ്ക്രീം വീതം വെച്ച് അങ്ങ് ചേർത്ത് സെർവ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഈ ചൂടത്ത് എത്രത്തോളം തണുപ്പിച്ചിട്ട് കഴിക്കാമോ അത്രയും നല്ലതാണ്. മാത്രമല്ല കുറച്ച് ചിയാ സീഡൊക്കെ ഒന്ന് കുതിർത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലത് തന്നെയാണ് കേട്ടോ. ഞാൻ ഓരോ സ്കൂപ്പ് വീതം ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വാനില ഐസ്ക്രീം ആട്ടോ എടുത്തിരിക്കുന്നത്. കാണാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗ്രേപ്സും അതേപോലെ തന്നെ നമ്മുടെ അനാറും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് ചിയാ സീഡും കൂടി നമ്മൾ കുതിർത്തിയതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന
അടിപൊളി റെസിപ്പി തന്നെയാണ്. മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ ചൂടത്തും അതേപോലെ തന്നെ പാർട്ടിക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.